ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ബൈഡ് ഇൻ ഗോഡ്. ദിസ് ഈസ് ആജ് ഏബിൾ ഫ്രം വെൻ ടു വോയിസ് ദ വോയിസ് ഓഫ് ഗോഡ് ത്രൂ അസ്. ഇന്ന് ഡിസംബർ 25 പ്രകൃതിയെ കുളിരണിയിച്ച് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ പാകി ഭൂമിയെ സ്വർഗമാക്കാൻ വീണ്ടും ഒരു ക്രിസ്മസ് വന്നെത്തി. ഈ കൊറോണ വൈറസ് വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലും ക്രിസ്മസിൻ്റെ ഒരുക്കത്തിന് ഒരു കുറവും നമ്മൾ വരുത്തിയിട്ടില്ല. നക്ഷത്രങ്ങൾ തൂക്കിയും പുൽക്കൂട് ഒരുക്കിയും ഉണ്ണീശോയുടെ ജനനത്തിന് നാം മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ബത്ലഹേം നഗരം മുഴുവൻ ആഹ്ലാദത്തിലായിരുന്നു ആ ദിവസങ്ങളിൽ. സീസറിൻ്റെ കൽപ്പന പ്രകാരം സെൻസസ് പട്ടികയിൽ പേരെഴുതാൻ നാനാദിക്കുകളിൽ നിന്നും എത്തിച്ചേർന്നവർ. സത്രങ്ങളിലെല്ലാം മേൽത്തരം വീഞ്ഞുകുപ്പികൾ തുറക്കപ്പെട്ടു. പാട്ടും നൃത്തവും നഗരവീഥികൾ ഉണർത്തി. കച്ചവടക്കാർക്കെല്ലാം നല്ല കൊയ്ത്തുകാലം. ഇതിനിടയിൽ നഗരത്തിന് പുറത്തൊരു സംഭവം നടന്നു. പേരെഴുതിക്കാൻ എത്തിച്ചേർന്ന 2 ദരിദ്ര ദമ്പതികൾ അന്തിയിറങ്ങിയത് പശുത്തൊഴുത്തിലായിരുന്നു. ഗർഭിണിയായിരുന്ന ഭാര്യ രാത്രിയിൽ പ്രസവിച്ചു ഒരു ആൺകുഞ്ഞിനെ. മനുഷ്യവംശത്തെ രക്ഷിക്കുവാൻ മനുഷ്യനായി തീർന്ന ദൈവമായിരുന്നു ആ കുഞ്ഞ്. പക്ഷേ തളർന്നു ഉറങ്ങിയ പട്ടണം അതറിഞ്ഞില്ല. പിന്നീടുള്ള ദിവസങ്ങളിലും മനുഷ്യചരിത്രത്തിലെ ആ മഹാസംഭവം ബത്ലഹേം നിവാസികൾ തിരിച്ചറിയാതെ പോയി. കാരണം മിശിഹായെക്കുറിച്ച് സ്വർഗം നൽകിയ അടയാളം വിചിത്രമായിരുന്നു. ലൂക്കാ 2:12 മാലാഖമാർ ആട്ടിടയന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്: ഇതായിരിക്കും നിങ്ങളുടെ അടയാളം, പിള്ളകച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ദേശാധിപതിയുടെ കൊട്ടാരത്തിലെ സ്വർണ്ണത്തൊട്ടിലിൽ പരിചാരക വൃന്ദങ്ങളുടെ നടുവിൽ കൈക്കാലിട്ട് ആട്ടുന്ന കുഞ്ഞായിരുന്നുവെങ്കിൽ വിശ്വസിക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഇതാ സർവശക്തനായ ദൈവം നിസ്സഹായനായ ശിശുവായി പുൽത്തൊട്ടിയിൽ. ചുറ്റും കന്നുകാലികൾ. സിനിമയിലെയും TV സീരിയലുകളിലെയും ദേവന്മാർ സുന്ദരരും ശക്തരുമാണ്. ഗ്രീക്ക് പുരാണങ്ങളിലും റോമൻ പുരാണങ്ങളിലും ഭാരതീയ പുരാണങ്ങളിലും ദൈവങ്ങൾക്ക് പട്ടുവസ്ത്രവും സ്വർണ്ണ കിരീടവും ആയുധങ്ങളുമുണ്ട്. പക്ഷെ ചരിത്രത്തിലെ ദൈവത്തിന് കീറത്തുണിയും വൈക്കോലും മാത്രം. അവനെന്നും ഇടർച്ചയുടെ അടയാളമായിരുന്നു. രത്നകിരീടത്തിന് പകരം മുൾക്കിരീടം, ചെങ്കോലിന് പകരം മരക്കുരിശ്. അതിനാൽ അവനെന്നും തിരിച്ചറിയപ്പെടാതെ പോകുന്നു. മറിയത്തിൻ്റെ ഉത്തരത്തിൽ മിശിഹ ആണെന്നറിഞ്ഞിരുന്നുവെങ്കിൽ സത്രമുടമസ്ഥൻ തീർച്ചയായും തിരുകുടുംബത്തിനായി വാതിൽ തുറക്കുമായിരുന്നു. പക്ഷെ അവനത് തിരിച്ചറിഞ്ഞില്ല. എങ്കിലും ആട്ടിടയന്മാരും ജ്ഞാനികളും അവനെ തിരിച്ചറിഞ്ഞു. എല്ലാ കുഞ്ഞുങ്ങളെക്കാളും പരിതാപകരമായ അവസ്ഥയിൽ പിറന്ന ഉണ്ണിയേശുവിൽ ദൈവത്തെ കാണാൻ, അവൻ്റെ മുമ്പിൽ കുമ്പിടാൻ അവൻ പ്രകടിപ്പിച്ച വിശ്വാസം ഈ ക്രിസ്മസ് വേളയിൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ബഹളത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളിൽ പോലും ഉണ്ണിയേശുവിനെ കണ്ട് പരിചരിക്കാൻ മടിക്കുന്നവർ, വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ കട്ടിലിൽ കിടക്കുന്ന ദൈവങ്ങളെയും അടുക്കളയിലും വീടിൻ്റെയും നാടിൻ്റെയും പിന്നാമ്പുറങ്ങളിലും നിസ്സഹായതയിൽ വസിക്കുന്ന രക്ഷകരെയും വിസ്മൃതിയിൽ ഉപേക്ഷിക്കാൻ നമുക്ക് മടിയില്ല. രക്ഷകനെ കാണാൻ ഹൃദയവിശുദ്ധി വേണം. കാരണം യേശു പറഞ്ഞു, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. ഈ ക്രിസ്മസിനെങ്കിലും ദൈവത്തെ കാണാൻ തക്കവിധം നമ്മുടെ ഹൃദയങ്ങളെ പവിത്രമാക്കാം. സ്റ്റേ ട്യൂൺ ടു വെൻ ടു വോയിസ് ദ വോയിസ് ഓഫ് ഗോഡ് ത്രൂ അസ്. വാനിടവും പാരിടവും ഒന്നായി ചേർന്നു പാടുന്നു. വാനിടവും പാരിടവും ഒന്നായി ചേർന്നു പാടുന്നു. ദേവദൂതരും ഇടയന്മാരും ഒന്നായി ചേർന്നു പാടുന്നു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. നന്മ നിറഞ്ഞവർക്കെന്നും സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ
ദൈവത്തിന് സ്തുതി. നന്മ നിറഞ്ഞവർക്കെന്നും സമാധാനം. രാജാധിരാജനമീശോ വാഴും കൊട്ടാരം, അജഗണങ്ങൾ തന്നധിപൻ വാഴും സദ്ഭവനം. ഈ ഭവനത്തോടൊന്നായി ചേർന്ന് ആടിപ്പാടാം സാമോദം. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. നന്മ നിറഞ്ഞവർക്കെന്നും സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. നന്മ നിറഞ്ഞവർക്കെന്നും സമാധാനം. നിദ്രയിൽ നിന്നും ഉണരൂ പ്രിയജനമേ, നിനവിനു മുൻപേ രക്ഷയിതാഗതമായി. താതനുമാത്മനുമൊപ്പം ഉണ്ണിയെ വാഴ്ത്തി പാടാം സാമോദം. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. നന്മ നിറഞ്ഞവർക്കെന്നും സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. നന്മ നിറഞ്ഞവർക്കെന്നും സമാധാനം. വെൽക്കം ബാക്ക് ടു വെൻഡു വോയിസ്, ദ വോയിസ് ഓഫ് ഗോഡ് ത്രൂ അസ്. നമ്മൾ നല്ലൊരു ഗാനം കേട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ക്രിസ്മസ് എത്തുമ്പോൾ കൈനിറയെ സമ്മാനങ്ങളുമായി എത്തുന്ന സാന്റാക്ലോസിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. നീളൻ മുടിയും കുട്ടികൾക്ക് നിറയെ സമ്മാനങ്ങളുമായി സാന്റാക്ലോസ് വരുന്നു. ക്രിസ്തുവിൻ്റെ മരണശേഷം 200 വർഷങ്ങൾ കഴിഞ്ഞാണ് സാന്റ ജീവിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ് സെയിൻറ്റ് നിക്കോളാസ് എന്ന സാന്റാക്ലോസ്. അദ്ദേഹം തൻ്റെ 19-ാം വയസ്സിൽ തന്നെ വൈദികനാവാൻ പഠനം ആരംഭിക്കുകയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അതിശയിപ്പിക്കാനും ഇഷ്ടമായിരുന്നു സാന്റാക്ലോസിന്. കുട്ടികളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന സാന്റാക്ലോസ് എന്തെങ്കിലും വ്യത്യസ്തമായ സമ്മാനങ്ങൾ കുട്ടികൾക്ക് നൽകി അവരെ സന്തോഷിപ്പിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം ആരും ഇതുവരെ ഉണ്ടാക്കാത്ത ഭംഗിയുള്ള പാവകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. തൻ്റെ ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം മനോഹരമായ പാവകളെ ഉണ്ടാക്കി. അങ്ങനെ ഒരു ക്രിസ്മസ് കാലത്ത് അദ്ദേഹം താൻ കൈകൊണ്ടുണ്ടാക്കിയ പാവകൾ കുട്ടികൾക്ക് നൽകാൻ തീരുമാനിക്കുകയാണ്. തുടർന്ന് വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ പാവകൾ വീടിൻ്റെ മേൽക്കൂരയിൽ കയറി വീടിനകത്തേക്ക് അവരറിയാതെ സമ്മാനം പൊതിയിട്ടുകൊടുത്തു. ഇങ്ങനെ ഒരുപാട് നടന്ന് ക്ഷീണിതനായ നിക്കോളാസ് തുടർന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്നും തൻ്റെ ഹിമവാഹനം ഇറക്കി അതിൽ കനമാലുകളെ വലിച്ചു കെട്ടി യാത്ര തുറന്നു. പക്ഷേ കുറച്ചു ദൂരം പോയപ്പോൾ മാനുകൾക്ക് നടക്കാൻ പറ്റാതെയായി. നിക്കോളാസ് കലമാൻ്റെ കാലുകളിൽ പറ്റിയിരിക്കുന്ന മഞ്ഞിൻ്റെ കണങ്ങൾ തട്ടിമാറ്റി അവയുടെ കാലുകൾ മഞ്ഞിൽ നിന്ന് വലിച്ചെടുക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ നിക്കോളാസിന് അതിന് കഴിഞ്ഞില്ല. ആ സമയം അവിടെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. നീ വളരെ നല്ലവനാണെന്നും എനിക്ക് നിന്നെ സഹായിക്കണമെന്നും മാലാഖ പറഞ്ഞു. തുടർന്ന് മാലാഖ മാനുകളെ ഒന്ന് തൊട്ടു. ആ നിമിഷം തന്നെ അവർക്ക് ചിറകുകൾ വരികയാണ്. തുടർന്ന് മാലാഖ കലമാനുകളെ പറക്കാൻ കഴിവുള്ളവരാക്കി. അതുപോലെ സാന്റയെ കൂടുതൽ സമ്മാനങ്ങൾ ഉണ്ടാക്കാൻ സഹായികളെയും നൽകി.
അവർ കൂടുതൽ സമ്മാനങ്ങൾ ഉണ്ടാക്കി ഹിമവാഹനത്തിൽ കയറി വീടുകൾ തോറും സമ്മാനങ്ങൾ നൽകി വന്നു എന്നതാണ് വിശ്വാസം. അങ്ങനെ സാന്റാക്ലോസിൻ്റെ കഥ നമ്മൾ കേൾക്കുകയാണ്. അടുത്തതായി ഒരു ചെറിയൊരു കഥ കേൾക്കാൻ സ്റ്റേ ട്യൂൺ ടു ദ വോയിസ് ഓഫ് ഗോഡ് ത്രൂ അസ്. Hallelujah, 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 hallelujah. ഉണ്ണി പിറന്നേ, ഉണ്ണി യേശു പിറന്നേ, നന്മ നിറഞ്ഞേ ഉള്ളിലേശു പിറന്നേ. ഉണ്ണി പിറന്നേ, ഉണ്ണി യേശു പിറന്നേ, നന്മ നിറഞ്ഞേ ഉള്ളിലേശു പിറന്നേ. വാനിലെ താരകൾ മിഴി തുറന്നു, മാലാഖമാർ സ്തുതിയാലപിച്ചു. വാനിലെ താരകൾ മിഴി തുറന്നു, മാലാഖമാർ സ്തുതിയാലപിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവചരാചര രക്ഷകനായി മാനവർക്കാധാരമായി ജനിച്ചു. ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ പാരിന്നധീശനാം ഉണ്ണി പിറന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടയഗണത്തോടു ദൂതർ മൊഴിഞ്ഞു, ഇരവകറ്റിടുന്ന മംഗളഗീതം. ഇടയന്മാർ ശാന്തി നിറഞ്ഞ തൊഴുത്തിൽ രക്ഷകനുണ്ണിയെ കണ്ടു വണങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെൽക്കം ബാക്ക് ടു ദ വോയിസ് ഓഫ് ഗോഡ് ത്രൂ അസ്. നമ്മൾ നല്ലൊരു ഗാനം കേട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഇൻ. ക്രിസ്മസിന് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ കൈമാറുന്നത് പതിവാണല്ലോ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള സമ്മാനങ്ങൾ നാം നൽകണം. ഒരു കൊച്ചു അനുഭവകഥയായാലോ? അതൊരു ശൈത്യകാലമായിരുന്നു. പ്രശസ്തമായ ഫോർഡ് കമ്പനിയുടെ ഉടമയായ ഹെൻറി ഫോർഡ് യാത്ര ചെയ്യുന്നതിനിടയിൽ കാർ മഞ്ഞുപാളികൾക്കിടയിൽ കുടുങ്ങിപ്പോയി. പല വാഹനങ്ങളും ആ വഴി കടന്നുപോയെങ്കിലും അദ്ദേഹത്തിന് സഹായം ലഭിച്ചില്ല. അവസാനം ആ വഴിയെ ഒരു ട്രക്ക് വന്നു. ആ ട്രക്ക് ഓടിച്ചിരുന്നയാൾക്ക് അലിവ് തോന്നി. അദ്ദേഹം ഒരു ചങ്ങല കൊണ്ട് ട്രക്ക് കാറുമായി ബന്ധിപ്പിച്ച് മഞ്ഞുപാളികൾക്കിടയിൽ നിന്നും പുറത്തെടുത്തു. ഈ ഉപകാരത്തിന് പ്രതിഫലമായി കാറുടമ ഒരു വലിയ തുക ട്രക്ക് ഉടമയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് നിരസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പണം വേണ്ട, എൻ്റെ സഹായം വേണ്ടിയിരുന്ന ഒരാളെ സഹായിച്ചതിലുള്ള സംതൃപ്തി മാത്രം മതി. അതിനുശേഷം അദ്ദേഹം തൻ്റെ ട്രക്ക് ഓടിച്ചുപോയി. ഫോർഡ് ആകട്ടെ തന്നെ സഹായിച്ച ആളുടെ പേര് ചോദിക്കാൻ വിട്ടു. പക്ഷേ ട്രക്കിൻ്റെ നമ്പർ അദ്ദേഹത്തിന് മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. നാളുകൾ കഴിഞ്ഞുപോയി. ഒരിക്കൽ തൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ മനസ്സിൽ കുറിച്ചിട്ട നമ്പറുള്ള ട്രക്ക് ഫോർഡ് കണ്ടു. ആ ട്രക്കിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വിവരം ഇതായിരുന്നു. ആ ട്രക്കിൻ്റെ ഉടമ വലിയ സാമ്പത്തിക കെണിയിൽ അകപ്പെട്ടിരുന്നു. നന്നാക്കാൻ പണമില്ലാത്തതിനാൽ ട്രക്ക് വർക്ക്ഷോപ്പിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്രിസ്മസായി. ദേവാലയത്തിൽ പോകാനായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ
തൻ്റെ വീട്ടുമുറ്റത്ത് ഒരു പുതിയ ട്രക്ക് നിർത്തിയിട്ടിരിക്കുന്നതായി പഴയ ട്രക്ക് ഉടമ കണ്ടു. ആശ്ചര്യത്തോടെ ട്രക്കിൻ്റെ ഡോർ തുറന്നു നോക്കിയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു എഴുത്ത്. ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ സഹായിച്ചതിലുള്ള സംതൃപ്തി മാത്രം. ഹെൻറി ഫോർഡിൽ നിന്ന് ഒരു ക്രിസ്മസ് സമ്മാനം. സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടായിരുന്നു. ഗലാത്യ 4:4. നമുക്ക് അടുത്ത ഒരു ചെറിയ ഗാനത്തിലേക്ക് പോകാം. സോ സ്റ്റേ ട്യൂൺ ടു ദ വോയിസ് ഓഫ് ഗോഡ് ത്രൂ us. കണ്ണു ചിമ്മും താരകളും പൊളി തൂകും ചന്ദ്രികയും, കണ്ണു ചിമ്മും താരകളും പൊളി തൂകും ചന്ദ്രികയും, പാടും രാപ്പാടിയും കാറ്റിൻ മർമരവും വിണ്ണാഥനു താരാട്ടുപാടി. പാടും രാപ്പാടിയും കാറ്റിൻ മർമരവും വിണ്ണാഥനു താരാട്ടുപാടി. കണ്ണു ചിമ്മും താരകളും പൊളി തൂകും ചന്ദ്രികയും. ആകാശവീഥിയിൽ ലലലലലല പാടിപ്പറന്നു സ്വർഗീയ ഗായകർ. ലലലലലല മാലാഖമാർ അത്യുന്നതങ്ങളിൽ വാഴും മഹേശൻ. ദ്യോവിലും ഭൂവിലും വാഴ്ത്തപ്പെടട്ടെ. ആകാശവീഥിയിൽ ലലലലലല പാടിപ്പറന്നു സ്വർഗീയ ഗായകർ. ലലലലലല മാലാഖമാർ. കൂരിരുൾ തിങ്ങുന്ന പാതിരാവിൽ വിശ്വപ്രകാശമീ മന്നിതിൽ വീശി. കൂരിരുൾ തിങ്ങുന്ന പാതിരാവിൽ വിശ്വപ്രകാശമീ മന്നിതിൽ വീശി. സർവേശപുത്രനിപ്പാരിൽ പിറന്നു. സർവേശപുത്രനിപ്പാരിൽ പിറന്നു. മാനവരക്ഷതൻ പൊന്നുഷസായി. ആകാശവീഥിയിൽ ലലലലലല പാടിപ്പറന്നു സ്വർഗീയ ഗായകർ. ലലലലലല മാലാഖമാർ. കൗടില്യം യേശാത്ത മാനസങ്ങൾ ദൈവത്തെ
ദൈവത്തെ ദർശിച്ചു ശാന്തി നേടി, കൗടില്യം യേശാത്ത മാനസങ്ങൾ. ദൈവത്തെ ദർശിച്ചു ശാന്തി നേടി, സർവവും നൽകുന്ന സർവേശപുത്രനെ സർവവും നൽകുന്ന സർവേശപുത്രനെ സർവം സമർപ്പിച്ചു വന്നിച്ചിടാം ആകാശവീതിയിൽ. ലലലല്ലലല പാടി പറന്നു സ്വർഗീയ ഗായകർ. ലലലല്ലലല മാലാഖമാർ അത്യുന്നതങ്ങളിൽ വാഴും മഹേശൻ. യോവിലും ഭൂവിലും വാഴ്ത്തപ്പെടട്ടെ. വെൽക്കം ബാക്ക് ടു ആൻഡ് വോയിസ് ദ വോയിസ് ഓഫ് ഗോഡ് ത്രൂ അസ്. അടുത്തതായി നമുക്കൊരു ആട്ടിടയൻ്റെ കഥ കേൾക്കാം. വാർദ്ധക്യത്തിലെത്തിയ ഒരു ഇടയൻ തൻ്റെ കുടിലിരുന്ന് കൊച്ചുമക്കളോട് പഴയ കാലത്തെ കഥകൾ പറയുകയായിരുന്നു. അന്ന് ഞങ്ങൾ ബെത്ലഹേമിനടുത്തായിരുന്നു ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നത്. ആ രാത്രിയിലെ കഠിനമായ തണുപ്പ് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഏകദേശം പാതിര കഴിഞ്ഞു കാണും. പെട്ടെന്ന് ആകാശത്തിൽ ഒരു അത്ഭുത പ്രകാശം. ഞങ്ങൾ പരിഭ്രാന്തരായി കണ്ടത് ഒരു മാലാഖ. പേടിച്ചരണ്ടു പോയ ഞങ്ങളോട് മാലാഖ ഇങ്ങനെ പറഞ്ഞു: ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങളുടെ അടയാളം. പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. തുടർന്ന് മാലാഖമാരുടെ വലിയൊരു സമൂഹം ആ ദൈവദൂതനുമൊത്ത് ചേർന്ന് മനോഹരമായ ഒരു സ്തോത്രഗീതം പാടി. ഗ്ലോറിയ ഗ്ലോറിയ. ആ ഗാനത്തിൻ്റെ മാധുര്യം മറ്റൊരിടത്തു നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയും പറഞ്ഞ വൃദ്ധൻ കഥ പറയൽ നിർത്തി. പക്ഷേ ആകാംക്ഷഭരിതരായ കുട്ടികൾ കഥ തുടരാൻ വൃദ്ധനെ നിർബന്ധിച്ചു. അപ്പോൾ ഉദാസീനതയുടെ വൃദ്ധൻ പറഞ്ഞു: മക്കളെ, ഈ കഥ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു കഥ പറയാം. അപ്പോൾ കുട്ടികളിൽ ഒരാൾ ചോദിച്ചു: അപ്പൂപ്പ, ഈ കഥയുടെ ബാക്കിയാണ് കേൾക്കേണ്ടത്, ഞങ്ങൾക്കത് കേൾപ്പിച്ചു തരുമോ? അപ്പോൾ വൃദ്ധൻ പറയുകയാണ്: മാലാഖ പറഞ്ഞ പോലെ ആ ഉണ്ണിയെ പോയി കണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചു. മാലാഖ പറഞ്ഞത് സത്യമായിരുന്നോ? ആ കുട്ടി കാഴ്ച കണ്ട് എങ്ങനെയായിരുന്നു? ഞങ്ങളെപ്പോലെയായിരുന്നോ? വൃദ്ധൻ നിർവികാരത്തോടെ പറഞ്ഞു. ഭയങ്കര തണുപ്പായിരുന്നത് കൊണ്ട് ഞാനെങ്ങും പോയില്ല. പക്ഷെ എൻ്റെ കൂട്ടുകാരൊക്കെ പോയി കണ്ടുവന്നു. അവർ പറഞ്ഞു വലിയ തേജസ്സുള്ള കുട്ടിയാണെന്ന്. പക്ഷേ എനിക്ക് പോയി കാണാനൊന്നും തോന്നിയില്ല. ചിലർ പറയുന്നത് ഞങ്ങൾക്കുണ്ടായ ഒരു സ്വപ്നം മാത്രമാണെന്നാണ്. ആർക്കറിയാം എന്താണ് സത്യമെന്ന്? അത് കേട്ട് മറ്റൊരു കുട്ടി പറഞ്ഞു: എങ്കിലും ഇതെന്തൊരു കഷ്ടമാണ്. മാലാഖ വന്ന് പറഞ്ഞിട്ടും അപ്പൂപ്പൻ രക്ഷകനെ കാണാൻ പോയില്ലല്ലോ. അത് കേട്ടപ്പോൾ വൃദ്ധൻ നഷ്ടബോധത്തോടെ നെടുവീർപ്പിട്ടു. ക്രിസ്മസ് നമുക്ക് വേണ്ടി മനുഷ്യനായി പിറന്ന ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരമാണ്. നക്ഷത്രങ്ങളും കരോൾ ഗാനങ്ങളുമെല്ലാം അവനെ പോയി കണ്ട് വണങ്ങാനുള്ള വഴിവീതികളാണ്. നിരവധി ക്രിസ്മസ് സന്ദേശങ്ങൾ കേട്ടിട്ടും എന്താണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്തത്? എന്താണ് നമുക്ക് അവനെ കാണാൻ ഒന്ന് തോന്നാത്തത്? മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേട്ട് ആയുസ് പായുമ്പോഴും ഇനിയും എന്താണ് രക്ഷകനെ നേരിട്ട് കാണുന്നത്? എത്രയെത്രയോ പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും ലോകരക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. എന്നിട്ടും അവനെ അന്വേഷിച്ചു പോകാൻ, പാപസുഖങ്ങളുടെ കൂടാരത്തിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിയുന്നില്ലേ? നക്ഷത്രങ്ങളുടെ ശോഭയേക്കാളും ഗ്ലോറിയ ഗാനങ്ങളുടെ മാധുര്യത്തെക്കാളും എത്രയോ മനോഹരമായിരിക്കും രക്ഷകൻ്റെ സാന്നിധ്യം. അവിടുത്തെ സാന്നിധ്യം തേടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു രക്ഷയുടെ അനുഭവം, അതുമല്ലെങ്കിൽ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പരാമർശിക്കുന്ന അങ്ങയുടെ രക്ഷയുടെ സന്തോഷം സ്വന്തമാക്കാൻ ഇനിയും വൈകരുത്.
നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ മുന്നേറാം. അങ്ങനെ കഥ അവസാനിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺ ടു വെൻ ടു വോയിസ്. അടുത്തതായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നല്ലൊരു ഗാനം കേട്ട് തിരിച്ചു വരാം. ചിമ്മും താരകളും ഒളിതൂകും ചന്ദ്രികയും, കണ്ണു ചിമ്മും താരകളും ഒളിതൂകും ചന്ദ്രികയും, പാടും രാപ്പാടിയും കാറ്റിൻ മർമരവും വിണ്ണാഥനു താരാട്ടുപാടി. പാടും രാപ്പാടിയും കാറ്റിൻ മർമരവും വിണ്ണാഥനു താരാട്ടുപാടി. കണ്ണു ചിമ്മും താരകളും ഒളിതൂകും ചന്ദ്രികയും. അന്ന പുണ്യരാവിലാട്ടിടയർ അന്ന പുണ്യരാവിലാട്ടിടയർ വെൺമേഘദൂതികൾ പൊൻവീണ മീട്ടുന്നു. വെൺമേഘദൂതികൾ പൊൻവീണ മീട്ടുന്നു. സ്വർഗസംഗീത സംലയമായി, സ്വർഗസംഗീത സംലയമായി, കണ്ണു ചിമ്മും താരകളും ഒളിതൂകും ചന്ദ്രികയും. മഴ തേടിക്കേഴും വേഴാമ്പലായി മഴ തേടിക്കേഴും വേഴാമ്പലായി കുളിരേകും ധാരയായി എൻ ജീവരാഗമായി. കുളിരേകും ധാരയായി എൻ ജീവരാഗമായി. വന്നു നീ എൻ ജീവനിൽ, വന്നു നീ എൻ ജീവനിൽ, കണ്ണു ചിമ്മും താരകളും ഒളിതൂകും ചന്ദ്രികയും, കണ്ണു ചിമ്മും താരകളും
ചന്ദ്രികയും പാടും രാപ്പാടിയും കാറ്റിൻ മർമരവും വിണ്ണാഥനു താരാട്ടുപാടി. പാടും രാപ്പാടിയും കാറ്റിൻ മർമരവും വിണ്ണാഥനു താരാട്ടുപാടി. കണ്ണു ചിമ്മും താരകളും ഒളി തൂകും ചന്ദ്രികയും ഉന്നതങ്ങളിൽ മാലാഖമാർ പാടിയിടുന്നു ഹല്ലേലൂയാ. ഉന്നതങ്ങളിൽ മാലാഖമാർ പാടിയിടുന്നു ഹല്ലേലൂയാ. മന്നിടത്തിൽ തേടിയിടുന്നു മന്നിടത്തിൽ തേടിയിടുന്നു. Gloria, Gloria, Gloria in excelsis Deo. Gloria, Gloria, Gloria in excelsis Deo. ഉന്നതങ്ങളിൽ മാലാഖമാർ പാടിയിടുന്നു ഹല്ലേലൂയാ. വെൽക്കം ബാക്ക് ടു വെൻഡു വോയിസ്, ദ വോയിസ് ഓഫ് ഗോഡ് ത്രൂ us. നമ്മൾ നേരത്തെ വിശുദ്ധരുടെയും ആട്ടിടയരുടെയും ക്രിസ്മസ് പാപ്പയുടെ ഒക്കെ കഥ കേട്ടു. അപ്പോൾ ഈ ക്രിസ്മസ് എന്താണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്? അതെ, എളിമ, വിശുദ്ധി, സ്നേഹം, കാരുണ്യം എല്ലാം. എളിമയുടെ ഒരു ആഘോഷം തന്നെയാണ് ക്രിസ്മസ്. ആദ്യ ക്രിസ്മസിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ യേശു ഒരു ചെറിയ പുൽത്തൊട്ടിയിൽ ഉറങ്ങുന്നു. മാതാവും ഔസേപിതാവും യേശുവിനരികിൽ. ആട്ടിടയരും ജ്ഞാനികളും മറ്റു മൃഗങ്ങളോടൊപ്പം കാലിത്തൊഴുത്തിൽ ഇരിപ്പാണ്. എളിമയുടെ മഹാസന്ദേശം പകരാൻ കരുണ നിറഞ്ഞവനായ ഈശോയുടെ ജീവിതം തന്നെ വലിയൊരു പാഠമാണ്. ഈശോയെ ചുറ്റിയിരിക്കുന്നത് ചെറിയ വസ്ത്രത്തിൻ്റെ കഷ്ണങ്ങളാണ്. ഈശോയുടെ മാതാപിതാക്കളാകട്ടെ നോക്കിയാൽ തന്നെ അവർ ദരിദ്രരാണ്. അവനെ സന്ദർശിക്കാനെത്തുന്ന ആട്ടിടയരും ദരിദ്രരാണ്. ആകപ്പാടെ ഒരു എളിമയുടെ അനുഭവമാണ് ഈ ക്രിസ്മസിൽ കാണാൻ കഴിയുക. ദൈവം തന്നെ തന്നെ താഴ്ത്തി എളിമയുടെ അനുഭവത്തിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മയാണ് നാം ഈ ക്രിസ്മസിൽ ഓർക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് എളിമയുണ്ടാകേണ്ടേ? ദൈവത്തിൻ്റെ വസ്ത്രമാണ് എളിമ എന്ന് പറയാറുണ്ട്. എളിമ ധരിക്കുന്നവർ ദൈവത്തെയാണ് ധരിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് അവരിലൂടെ ദൈവത്തെ കാണാനായി സാധിക്കും. എളിമ ധരിക്കുന്നവരായി നാം മാറണം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ എളിമയുള്ളവർ എന്ന് ധരിക്കുന്നത് ഒരു വ്യക്തിയുടെ വസ്ത്രധാരണം കണ്ടിട്ടോ അവരുടെ കയ്യിലുള്ള കുറവ് കണ്ടിട്ടോ ഒക്കെയാണ്. എന്നാൽ ഇതൊന്നുമല്ല എളിമയുടെ ശരിയായ മുഖം. എളിമയുള്ള വ്യക്തി മറ്റുള്ളവരെ ആദരിക്കുന്ന വ്യക്തിയായിരിക്കും. മൃദുവായ ഇടപെടലായിരിക്കും അവരുടേത്. ആദരവോടെ സംസാരിക്കാനും ആദരവോടെ പെരുമാറാനും കഴിയുന്ന വ്യക്തിയായിരിക്കും അവൻ. ആരെങ്കിലും അവനെ മാനിച്ചാലോ അവനെ ആദരിച്ചാലോ അവനൊരു അഹന്തയും ഉണ്ടാകില്ല. എന്നാൽ
അപമാനിച്ചാലോ അതവൻ കാര്യമായി എടുക്കാറുമില്ല. മാനത്തെയും അപമാനത്തെയും അത്ര കാര്യമായി എടുക്കാത്തവരാണ് എളിമയുള്ളവർ. അവർ മിതഭക്ഷണികളായിരിക്കും. പറയേണ്ട രീതിയിൽ മാത്രമേ അവർ പറയുകയുള്ളൂ. എളിമയുടെ മറ്റൊരു അടയാളം എന്നത് അവർക്ക് അർഹതയുള്ളത് മറ്റുള്ളവർക്ക് വെച്ചു മാറാനായി അവർ തയ്യാറാകും. നമ്മളൊക്കെ എന്താ സാധാരണ ചെയ്യുക? ഇതെനിക്ക് അർഹതപ്പെട്ടതാണ്, എനിക്കിത് വേണം, ഇതെനിക്ക് തന്നേ മതിയാവും എന്നാണ് പറയുക. എന്നാൽ അവർ അങ്ങനെയല്ല. തനിക്ക് ലഭിക്കേണ്ടത് മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോൾ അതിലേറെ സന്തോഷിക്കുന്നവരാണ് എളിമയുള്ളവർ. നമ്മുടെ ആത്മീയ ആഘോഷങ്ങളൊക്കെ എളിമയുടെ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ്. ആ പുൽത്തൊഴുത്തിൽ യേശു കാണിച്ചു തന്ന എളിമയുടെ അനുഭവത്തെ നാം പരിത്യജിച്ചിരിക്കുന്നു. അതിൽ നിന്ന് എത്രയോ കാലം നമ്മൾ അകന്നു മാറിയിരിക്കുന്നുവെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം. എളിമയിലേക്ക് തിരിച്ചു പോകാനായി ഉണ്ണി യേശു നമ്മളെ ക്ഷണിക്കുന്നു ഈ ക്രിസ്മസിൽ. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്ക് അർഹരായി തീരുവാൻ എളിമയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. സോ സ്റ്റേ ട്യൂൺ ടു ആൻഡ് വോയിസ് ദ വോയിസ് ഓഫ് ഗോഡ് ത്രൂ അസ്. അടുത്ത നല്ലൊരു ഗാനത്തിലേക്ക് പോയി തിരിച്ചു വരാം. പാരിന്റെ പാലകനുണ്ണി യേശു മിശിഹാ പിറന്നു. പാരിന്റെ പാലകനുണ്ണി യേശു മിശിഹാ പിറന്നു. പുൽക്കൂട്ടിൽ പാതിരാവിൽ ദാരിദ്ര്യം പുൽകി പിറന്നു. പുൽക്കൂട്ടിൽ പാതിരാവിൽ ദാരിദ്ര്യം പുൽകി പിറന്നു. ഗ്ലോറിയ 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 ഇൻ എക്സെൽസിസ് ദേവോ. ഗ്ലോറിയ 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 ഇൻ എക്സെൽസിസ് ദേവോ. ഉന്നതങ്ങളിൽ മാലാഖമാർ പാടിയിടുന്നു ഹല്ലേലൂയ. ഉന്നതങ്ങളിൽ മാലാഖമാർ പാടിയിടുന്നു ഹല്ലേലൂയ. ആട്ടിടയന്മാർ വാനിൽ വാനവദൂതർ പാരിൽ ആട്ടിടയന്മാർ പാടിയുണർത്തി ലോകം പാടി ഉറക്കെ ലോകം പാടിയുണർത്തി ലോകം പാടി ഉറക്കെ ലോകം. ഗ്ലോറിയ 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 ഇൻ എക്സെൽസിസ് ദേവോ. ഗ്ലോറിയ 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 ഇൻ എക്സെൽസിസ് ദേവോ. ഉന്നതങ്ങളിൽ മാലാഖമാർ പാടിയിടുന്നു ഹല്ലേലൂയ. ഉന്നതങ്ങളിൽ മാലാഖമാർ പാടിയിടുന്നു ഹല്ലേലൂയ. മന്നിടത്തിൽ തേടിയിടുന്നു മന്നിടത്തിൽ തേടിയിടുന്നു. ഗ്ലോറിയ 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 ഇൻ
പാതിരാ നേരത്ത് പൊൻപുലരിയായി ബത്ലഹേമിൽ. കൂരിരുൾ തിങ്ങിയ പാതിരാ നേരത്ത് പൊൻപുലരിയായി ബത്ലഹേമിൽ. വിശ്വപ്രകാശമാം യേശുനാഥൻ കൊച്ചുകാലിത്തൊഴുത്തതിൽ ജാതനായി. വിശ്വപ്രകാശമാം യേശുനാഥൻ കൊച്ചുകാലിത്തൊഴുത്തതിൽ ജാതനായി. കൂരിരുൾ തിങ്ങിയ പാതിരാ നേരത്ത് പൊൻപുലരിയായി ബത്ലഹേമിൽ. വാനത്തുയർന്ന താരം വിശ്വപ്രകാശ പ്രതീകമായി. വാനത്തുയർന്ന താരം വിശ്വപ്രകാശ പ്രതീകമായി. സ്വർഗവാതിൽ തുറന്നിറങ്ങിയവർ. സ്വർഗവാതിൽ തുറന്നിറങ്ങിയവർ. വാനവർ മാലാഖമാർ. കൂരിരുൾ തിങ്ങിയ പാതിരാ നേരത്ത് പൊൻപുലരിയായി ബത്ലഹേമിൽ. അത്യുന്നതനായി വാഴും തൻ മഹിമകൾ വാഴ്ത്തി പുകഴ്ത്തിയവർ. അത്യുന്നതനായി വാഴും തൻ മഹിമകൾ വാഴ്ത്തി പുകഴ്ത്തിയവർ. മണ്ണിലെ ഭക്തർക്കായി ശാന്തി സന്ദേശവും. മണ്ണിലെ ഭക്തർക്കായി ശാന്തി സന്ദേശവും നൽകി മറഞ്ഞു പോ. കൂരിരുൾ തിങ്ങിയ പാതിരാ നേരത്ത് പൊൻപുലരിയായി ബത്ലഹേമിൽ. കൂരിരുൾ തിങ്ങിയ പാതിരാ നേരത്ത് പൊൻപുലരിയായി ബത്ലഹേമിൽ. വിശ്വപ്രകാശമാം യേശുനാഥൻ കൊച്ചുകാലിത്തൊഴുത്തതിൽ ജാതനായി. വിശ്വപ്രകാശമാം യേശുനാഥൻ കൊച്ചുകാലിത്തൊഴുത്തതിൽ ജാതനായി. കൂരിരുൾ തിങ്ങിയ പാതിരാ നേരത്ത് പൊൻപുലരിയായി ബത്ലഹേമിൽ. വെൽക്കം ബാക്ക് എവരി വൺ. ക്രിസ്മസ് വെറുമൊരു ആഘോഷമായി മാറ്റാതെ ജീവിതത്തിൽ അനുഭവപൂരിതമാക്കി തീർക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പോപ്പ് ഒരു ക്രിസ്മസ് സന്ദേശത്തിൽ പറയുകയുണ്ടായി. നീ തന്നെയാണ് ക്രിസ്മസ്. യേശുവിനെ സ്വീകരിക്കാനായി നിന്റെ ഹൃദയം ഒരു പുൽക്കൂടായി മാറുമ്പോൾ, രക്ഷകനായ യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ ആനയിക്കുമ്പോൾ നീ ഒരു ക്രിസ്മസായി മാറുകയാണ്. ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് ഒരു വ്യക്തിയെങ്കിലും കടന്നു വരാൻ നമ്മളൊരു വഴികാട്ടിയായി തീരുമ്പോൾ നമ്മളൊരു നക്ഷത്രമായി, ക്രിസ്മസ് സ്റ്റാറായി മാറുകയാണ്. നമ്മുടെ ജീവിതം കണ്ട് ഒരുവനെയെങ്കിലും മാനസാന്തരപ്പെടുകയാണെങ്കിൽ അതാണ് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ജീവിതം. പെട്ട സമ്മാനത്തെ സമർപ്പോൾ നാം ഒരു ജ്ഞാനിയായി തീരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ക്രിസ്തുവിനെ അന്വേഷിക്കുക എന്നതും അവൻ്റെ ചാരത്തണഞ്ഞിട്ട് നമുക്കുള്ളതെല്ലാം സമർപ്പിക്കുക എന്നതുമാകട്ടെ. അങ്ങനെ ഞാനും ഒരു ക്രിസ്മസായി തീരുകയാണ്. എൻ്റെ നാവിൽ ആശ്വാസത്തിൻ്റെ ദൂത്, ശാന്തിയുടെ ദൂത്, സമാധാനത്തിൻ്റെ ദൂത് കത്തിജ്വലിക്കുമ്പോൾ നാം ഒരു മാലാഖയായി തീരുകയാണ്. എൻ്റെ ജീവിതത്തെ നന്മകളാൽ നിറയ്ക്കുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, നന്മ, സൗമ്യത ഇവയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവർത്തമാക്കുമ്പോൾ അവ കൊണ്ട് എൻ്റെ ജീവിതമാകുന്ന മരത്തെ ഫലസമ്പുഷ്ടിതമാക്കുമ്പോൾ ഞാൻ ഒരു ക്രിസ്മസ് ട്രീ ആയി മാറുകയാണ്.
ക്രിസ്മസ് സമ്മാനങ്ങളൊക്കെ നാം പരസ്പരം കൈമാറാറുണ്ടല്ലോ. ഞാനൊരു നല്ല വ്യക്തിത്വമായി തീരുന്നത് തന്നെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം. മറ്റുള്ളവർക്ക് നമ്മെ തന്നെ ഒരു സമ്മാനമായി സമർപ്പിക്കാം. അങ്ങനെ നമുക്കൊരു നല്ല ക്രിസ്മസിനായി ആശയർപ്പിക്കാം. ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ ശ്രമിക്കാം. ഈ കഴിഞ്ഞ കാലത്തിൽ നമ്മൾ അഭ്യസിച്ച പ്രത്യേക നന്മകൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കാം. പഴയ കാലത്തേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാലോ? ഔസേപിതാവും മാതാവും ഉണ്ണി യേശുവിനെ കാത്തു സംരക്ഷിച്ചതുപോലെ ഒന്നുമില്ലായ്മയിലായിരിക്കുന്ന നമ്മളെ ദൈവം തൻ്റെ കാരുണ്യത്താലും സ്നേഹത്താലും സംരക്ഷിച്ചു പോന്നു. ദൈവത്തിനും ഈശോയ്ക്കും എതിരായുള്ള നമ്മുടെ കൊച്ചു കൊച്ചു പ്രവൃത്തികൾ ഓർത്തെടുത്ത് പശ്ചാത്തപിക്കാം. നന്മ ജയിക്കാനായി നിരന്തരം പ്രാർത്ഥിക്കാം. പരസ്പരം സുഹൃദയം സമർപ്പിച്ച് നമുക്ക് തന്നെ നല്ലൊരു ക്രിസ്മസ് ആവാൻ, നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കാം. ക്രിസ്മസിൻ്റെ എല്ലാ നന്മകളും മനസ്സിൽ ഉൾക്കൊള്ളാം. കാലിത്തൊഴുത്തിലിരിക്കുന്ന ഔസേപിതാവിനും മാതാവിനും രാജാക്കന്മാർക്കും ആട്ടിടയർക്കുമൊക്കെ നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ കൊച്ചു ഹൃദയങ്ങളിൽ ഈശോയെ എഴുന്നള്ളിക്കാം. പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ക്രിസ്മസ് ആഘോഷം നമുക്കൊരു മറക്കാനാവാത്ത അനുഭവമാകട്ടെ. ഈ ദുരിതകാലത്ത് നല്ലതിനായി പ്രതീക്ഷകൾ അർപ്പിക്കാം. ഈ ക്രിസ്മസിന് സാധിക്കട്ടെ. നോമ്പും ഉപവാസവും കഴിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് ദിനത്തിൽ സൗഹൃദങ്ങൾ പുതുക്കാനും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കട്ടെ. ഇങ്ങനെ നിങ്ങൾക്ക് ക്രിസ്മസ് എന്ന അവധിക്കാല ഉത്സവം മനസ്സിൽ നിറയുന്ന നിമിഷമായി തീരും. ഈ ക്രിസ്മസ് കാലം മനോഹരമായ അനുഭവങ്ങളാൽ നിറയട്ടെ. സന്തോഷവും ചിരിയും ജീവിതത്തിൽ നിറയട്ടെ. ക്രിസ്മസിൻ്റെ എല്ലാ മംഗളും നേരുന്നു. ഇറ്റ്സ് മീ ഏബിൾ ജോബി സൈനിങ് ഓഫ് ഫ്രം വെൻ ടു വോയിസ്, ദ വോയിസ് ഓഫ് ഗോഡ് ത്രൂ us. ശാന്തമായ രാത്രി, ശാന്തി നിറഞ്ഞ രാത്രി, ശാന്തമായ രാത്രി, ശാന്തി നിറഞ്ഞ രാത്രി, മണ്ണും വിണ്ണും ഒന്നിച്ചു പാടി സംഗീതരാത്രി, ശാന്ത സംഗീതരാത്രി, ശാന്തമായ രാത്രി, ശാന്തി നിറഞ്ഞ രാത്രി. മാലാഖമാരെ വന്നു പാടുവിൻ, വിണ്ണിലെ മാലാഖമാരെ വന്നു പാടുവിൻ, ഞങ്ങളോടൊപ്പം ഇന്നിതാ ഭൂമിയിൽ ജാതനായി, മന്നിതിൽ ശാന്തിതൻ പുത്രൻ. ശാന്തമായ രാത്രി, ശാന്തി നിറഞ്ഞ രാത്രി.
ശാന്തമായ രാത്രി, ശാന്തി നിറഞ്ഞ രാത്രി, ശാന്തമായ രാത്രി, ശാന്തി നിറഞ്ഞ രാത്രി. മണ്ണും വിണ്ണും ഒന്നിച്ചു പാടി ശാന്ത സംഗീതരാത്രി, ശാന്ത സംഗീതരാത്രി, ശാന്ത സംഗീതരാത്രി. ഇരുൾ നീക്കും പൊൻവെട്ടം കണ്ടറിഞ്ഞ ഇടയന്റെ ഗാനമിതാ. ഇരുൾ നീക്കും പൊൻവെട്ടം കണ്ടറിഞ്ഞ ഇടയന്റെ ഗാനമിതാ. ഹൃദയത്തിലുണ്ണിക്ക് തൊട്ടിലാട്ടും ഇടയന്റെ ഗാനമിതാ. ഹൃദയത്തിൻ വേണുഗാനം. ഇരുൾ നീക്കും പൊൻവെട്ടം കണ്ടറിഞ്ഞ ഇടയന്റെ ഗാനമിതാ. പാടാൻ മറന്നൊരു വേണുവിൽ നീ ഇന്ന് സ്നേഹത്തിനീണം പകർന്നു തന്നു. പാഴ്ശ്രുതി മീട്ടുമെൻ ജീവതന്ത്രിയിൽ മോഹനരാഗമായി നീയുണർന്നു. പാടാൻ മറന്നൊരു വേണുവിൽ നീ ഇന്ന് സ്നേഹത്തിനീണം പകർന്നു തന്നു. പാഴ്ശ്രുതി മീട്ടുമെൻ ജീവതന്ത്രിയിൽ മോഹനരാഗമായി നീയുണർന്നു. സ്നേഹമേ സ്നേഹമേ നീ എന്നെ സ്വർഗസംഗീതത്തിൻ ഗായകനാക്കിയല്ലോ. ഗാനമായി മാറ്റിയല്ലോ. ഇരുൾ നീക്കും പൊൻവെട്ടം കണ്ടറിഞ്ഞ ഇടയന്റെ ഗാനമിതാ. ഇനി എന്റെ ജീവിതം നീണ്ടു നിൽക്കുന്നൊരു പ്രാർത്ഥനയായി മാറും. ഇനി എന്റെ ജീവിത വീഥിയിൽ സ്നേഹത്തിൻ ദീപങ്ങൾ തിരിനീട്ടി നിൽക്കും. ഇനി എന്റെ ജീവിതം നീണ്ടു നിൽക്കുന്നൊരു പ്രാർത്ഥനയായി മാറും. ഇനി എന്റെ ജീവിത വീഥിയിൽ സ്നേഹത്തിൻ ദീപങ്ങൾ തിരിനീട്ടി നിൽക്കും. സ്നേഹമേ സ്നേഹമേ നിന്നിൽ ഞാനൊന്നു ചേരുകിൽ ജീവിതം ധന്യമാകും.
എത്രയോ സഫലമായിടും. ഇരുൾ നീക്കും പൊൻവെട്ടം കണ്ടറിഞ്ഞ ഇടയന്റെ ഗാനമിതാ. ഹൃദയത്തിലുണ്ണിക്ക് തൊട്ടിലാട്ടും ഇടയന്റെ ഗാനമിതാ. ഹൃദയത്തിൻ വേണുഗാനം. ആ കണങ്ങൾ പൊഴിയും രാത്രി, മൂകത വഴിയും രാത്രി. മിഴികൾ തുറന്ന താരകജാലം മാനവനാഥനെ വാഴ്ത്തി. അന്ന മാനവനാഥനെ വാഴ്ത്തി. മഞ്ഞു കണങ്ങൾ പൊഴിയും രാത്രി, മൂകത വഴിയും രാത്രി. മിഴികൾ തുറന്ന താരകജാലം മാനവനാഥനെ വാഴ്ത്തി. അന്ന മാനവനാഥനെ വാഴ്ത്തി. പാടുകയായി പറവകളെല്ലാം പാവനഗീതികൾ വാനിൽ. പാടുകയായി പറവകളെല്ലാം പാവനഗീതികൾ വാനിൽ. വിണ്ണിൻ രാജനെ വരവേൽക്കാനായി വന്നു വാനവനിരകൾ. മഹിയിൽ വന്നു വാനവനിരകൾ. മഞ്ഞു കണങ്ങൾ പൊഴിയും രാത്രി, മൂകത വഴിയും രാത്രി. മിഴികൾ തുറന്ന താരകജാലം മാനവനാഥനെ വാഴ്ത്തി. അന്ന മാനവനാഥനെ വാഴ്ത്തി. തേടിയ ദൈവകുമാരൻ പുഞ്ചിരി തൂകുകയായി. പുൽക്കൂടിൽ തേടിയ ദൈവകുമാരൻ പുഞ്ചിരി തൂകുകയായി. സ്വർഗം ഭൂവിലിറങ്ങുകയാലെ സർവരും ഒരുപോൽ വാഴ്ത്തി. നാഥനെ സർവരും ഒരുപോൽ വാഴ്ത്തി. കണങ്ങൾ പൊഴിയും രാത്രി, മൂകത വഴിയും രാത്രി. മിഴികൾ
മിഴികൾ തുറന്ന താരകജാലം മാനവനാഥനെ വാഴ്ത്തി, അന്ന് മാനവനാഥനെ വാഴ്ത്തി. മഞ്ഞുകണങ്ങൾ പൊഴിയും രാത്രി, മൂകത വഴിയും രാത്രി. മിഴികൾ തുറന്ന താരകജാലം